എന്തിനാ ഇപ്പൊ എന്റെ തൂക്കം അറിയുന്നത്? മനസ്സിലാക്കാൻ, അല്ല എന്തിനാ? ആരെങ്കിലും റോൾഡ് ഗോൾഡിന്റെ തൂക്കം നോക്കൂ. നിങ്ങൾ പോയിക്കോ. എടി, ഇതെന്നെ മുക്കുപണ്ടങ്ങളാണല്ലേടി? മുക്കുപണ്ടങ്ങളോ? അല്ല, തങ്കം, പത്തരമാറ്റ് തങ്കം. ഒന്നും അറിയാത്ത കൊച്ചു കുട്ടിയെ പോലുള്ള അവളുടെ ഭാവം കണ്ടില്ലേ? പഠിച്ച കള്ളി തന്നെ. സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല. അങ്ങനെ പറയാൻ ബാപ്പ പഠിപ്പിച്ചു വിട്ടതാവും. 25 പവന്റെ സ്വർണം കൊടുത്ത് മകളെ കെട്ടിച്ചയക്കാന്ന് പറഞ്ഞിട്ട് എന്താ അവിടെ ഒരു ബഹളം? ബഹളമോ? എന്താണെന്ന് മരുമകളോട് തന്നെ ചോദിക്കും. നിങ്ങളുടെ പുന്നാര അളിയൻ ചെയ്തു വെച്ചിരിക്കുന്ന ദലത്തിനും കണ്ടില്ലേ? മുക്കുവണ്ടങ്ങൾ ഇട്ടുകൊണ്ട് ഇവിടെ കെട്ടിച്ചയച്ചിരിക്കുന്നു. ഇതാ നോക്ക്. ഈ കുടുംബത്തെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ആ മനുഷ്യൻ ഇത് ചെയ്തിരിക്കുന്നത്. അയാളെ വരുത്തി ആ മുഖത്ത് നോക്കി എനിക്ക് 4 വാക്ക് സംസാരിക്കണം. അതൊന്നും വേണ്ട നമ്മള. 2 കൈയും കൂട്ടിയടിച്ച് ശബ്ദം ഉണ്ടാക്കുന്ന കുറച്ചില്ല. ഇത് കുറച്ചിലല്ല. ഓ, നിങ്ങളുടെ അളിയനാണല്ലോ. എന്തു വന്നാലും ശരി, നാളെ അയാളെ വിളിച്ചിട്ട് തന്നെ വേറെ കാര്യം. ഈ വീട്ടിൽ കാലെടുത്ത് കുത്തിയ ഉടനെ എന്നെപ്പറ്റി ഇങ്ങനൊരു ധാരണ അമ്മായിക്കുണ്ടായല്ലോ. സത്യത്തിൽ മുക്കുബന്ധങ്ങളാണെന്നുള്ള വിവരം എനിക്കറിയില്ലായിരുന്നു. നീ പറയുന്നത് വാസ്തവമായിരിക്കാം, ആണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഉമ്മ നിന്നെപ്പറ്റി അങ്ങനെ വിചാരിച്ചതിൽ തെറ്റ് പറയാനാവില്ല. ഉമ്മയുടെ സ്ഥാനത്ത് ആരായാലും അങ്ങനെ ചിന്തിക്കും. ഏതായാലും നിന്റെ ബാപ്പയ്ക്ക് ഇങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പണത്തിന്റെ കുറവായിരുന്നെങ്കിൽ ആ വിവരം ഞങ്ങളെ അറിയിച്ചാൽ വേണ്ടത് ഞങ്ങൾ ചെയ്യുമായിരുന്നല്ലോ. ഏതായാലും കഷ്ടമായിപ്പോയി. എന്തിനാ എനിക്ക് ആളെ പറഞ്ഞയച്ചത്? ഞാനാ ആളെ പറഞ്ഞയച്ചത്. ഈ മുക്കുവണ്ടങ്ങൾ ഇട്ടുകൊണ്ട് മകളെ ഇങ്ങോട്ട് കെട്ടിച്ചയക്കാൻ നിങ്ങൾക്ക് ചങ്കുറപ്പുണ്ടായല്ലോ മനുഷ്യ. എന്റെ മകൻ ഷമീർ ഒരു കൊച്ചുകാശിനും കൊള്ളാത്ത വെറും പീറയാണ് നിങ്ങൾ വിചാരിച്ചോ? ഒരു പീറയ്ക്കും സ്വന്തം മകളെ കെട്ടിച്ചു കൊടുക്കാൻ ഒരു ബാപ്പയും തയ്യാറാവില്ല. നിങ്ങൾ ആവശ്യപ്പെട്ട 25 പവന്റെ സ്വർണ്ണപ്പണ്ടങ്ങൾ ഇട്ടുകൊണ്ട് തന്നെ നൂർജഹാനെ കെട്ടിച്ചയക്കാനായിരുന്നു എന്റെ ആഗ്രഹം. ആ ഉദ്ദേശത്തോടെയാണ് ഞാൻ താമസിച്ചിരുന്ന വീടും പറമ്പും കുഞ്ഞബ്ദുള്ളയ്ക്ക് വിറ്റത്. പക്ഷെ അവസാന നിമിഷത്തിൽ പണം തരാതെ അയാൾ എന്നെ ചതിച്ചു കളഞ്ഞു. ഈ വിവരങ്ങളെല്ലാം അളിയനോട് ഞാൻ പറഞ്ഞിരുന്നതാണ്. എന്നോടൊന്ന് പറഞ്ഞെന്ന് കല്യാണത്തിന് തലേദിവസം ഓടിക്കളിച്ചു വന്ന് കല്യാണം നീട്ടി വെക്കണമെന്ന് പറഞ്ഞാൽ നിശ്ചയിച്ച ദിവസം തന്നെ കല്യാണം നടത്തണമെങ്കിൽ പുതുപെണ്ണിന് തൽക്കാലം മുക്കുപണ്ടങ്ങളെ ഇടാനാവുമെന്ന് ഞാൻ അളിയനോട് പറഞ്ഞതല്ലേ. അളിയൻ അങ്ങനെ പറഞ്ഞെങ്കിലും കുറച്ചെങ്കിലും സ്വർണ്ണപ്പണ്ടങ്ങൾ ഇട്ട് അവളെ അയക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ചേച്ചേ, വളരെ മോശമായിപ്പോയി. അപ്പോ നിങ്ങൾ ഈ കള്ളക്കളിക്ക് കൂട്ടുനിന്നു അല്ലേ? മകനെ കൊണ്ട് പെങ്ങളുടെ മകളെ കെട്ടിക്കാനുള്ള വാശിയായിരുന്നു നിങ്ങൾക്ക്. ഇതിന് പകരം ചോദിച്ചില്ലെങ്കിൽ എന്റെ പേര് റംല എന്നല്ല. ഇതൊക്കെ മുക്കുപണ്ടങ്ങളാണെന്നുള്ള സത്യം എന്നോടെങ്കിലും ബാപ്പയ്ക്ക് തുറന്നു പറയാമായിരുന്നു. മറ്റുള്ളവരുടെയൊക്കെ മുൻപിൽ ഞാനിപ്പോ ഒരു കള്ളിയായി. ഇങ്ങനെ ഒരു കൊലച്ചതി ബാപ്പ എന്നോട് ചെയ്തല്ലോ. നീയും പാപ്പാനെ കുറ്റപ്പെടുത്താണ് അല്ലേ നൂർജഹു? ഇതൊക്കെ നൂർജഹാൻ കല്യാണത്തിന് അണിഞ്ഞിരുന്ന ആഭരണങ്ങൾ തന്നെയാണല്ലോ. എന്താ സംശയം? എല്ലാം അവൾ ഇട്ടിരുന്നതന്നെ. ഇതിന്റെ പേരിലാണോ ഇവിടെ ഈ ബഹളങ്ങളൊക്കെ നടന്നത്? ഇതെല്ലാം സ്വർണ്ണപ്പണ്ടങ്ങളാണല്ലോ. സ്വർണ്ണപ്പണ്ടങ്ങളോ? പിന്നെ മുക്കാണോ? മാമ നോക്കി. ഇത് സ്വർണ്ണമാണല്ലോ. ഇത് സ്വർണ്ണമാണ്. അതെ, ഇത് സ്വർണം തന്നെ. എടി, ഇന്നലെ വരെ നീ ഇട്ടുകൊണ്ട് നടന്ന മുക്കുപണ്ടങ്ങളാണ്. ഇന്ന് അതെങ്ങനെ സ്വർണ്ണമായി? എനിക്കൊന്നും അറിഞ്ഞൂടമ്മായി. പക്ഷെ എനിക്കറിയാമടി, തലയിണ മന്ത്രം കൊണ്ട് എന്റെ മകനെ വശത്താക്കി അവനെ കൊണ്ട് നീ സ്വർണ്ണപ്പണ്ടങ്ങൾ വാങ്ങിപ്പിച്ചു. അതല്ലേടി സത്യം? പകുതി ശരിയും പകുതി തെറ്റും. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയത് ഞാൻ തന്നെ. പക്ഷേ അത് ഇവളുടെ പ്രേരണ കൊണ്ടൊന്നുമല്ല. എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ നൂർജിനു വേണ്ടി സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയത്.
എന്താ എന്റെ ഭാര്യയ്ക്ക് പണ്ടങ്ങൾ വാങ്ങിക്കൊടുക്കാനുള്ള അവകാശം എനിക്കില്ലേ ഉമ്മ? ഇപ്പൊ അസ്നാലിക്ക് മനസ്സിലായോ അൻസാരി മാമ തന്ന 25,000 രൂപയുടെ കഥ? ആ 25,000 രൂപയ്ക്ക് പകരം 35,000 രൂപ ചിലവാക്കിയിട്ടാണ് എന്റെ മോൻ അവൾക്ക് പണ്ടങ്ങൾ വാങ്ങിയിട്ടുള്ളത്. ഈ വക കാര്യങ്ങളൊന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആവശ്യപ്പെട്ട 50,000 രൂപ എനിക്ക് കിട്ടിയേ മതിയാവും. ഇല്ലെങ്കിൽ അത് തരുന്നത് വരെ സൗദാബിയും കുട്ടികൾ ഇവിടെ നിൽക്കും. പേടിപ്പിച്ച് പണം വാങ്ങാന്നായിരിക്കും അസനാലിയുടെ പരിപാടി. ഇത് കണ്ടിട്ടൊന്നും ഈ റംല കുലുങ്ങാൻ പോകുന്നില്ല അസ്നാലി. സൗദാബി, ഇവരെന്ന് രൂപ തരാൻ സമ്മതിക്കുന്നോ നീ വിവരം അറിയും. ഞാൻ വന്ന് നിന്നെ മക്കളെ കൊണ്ടുപോകാം. നമുക്കിപ്പോ പെണ്ണിന് 42 ദിവസം ചെക്കന് 22 നടക്കൂല. വെറുതെ എന്തിനാണ് ഞാൻ തല്ലുകൂടെ നടക്കുന്നത്? അയ്യേ കമ്മീഷേ, അവിടെ നിൽക്ക്. ഞാൻ തന്നെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ആ, ഞാനും തന്നെ നോക്കി നടക്കുകയായിരുന്നു. എന്താ കാര്യം? എന്നെ എന്റെ ബീവിനെയും കുട്ടികളെയും കൂട്ടത്തോടെ പള്ളിപ്പറമ്പിലേക്ക് കെട്ടിയെടുക്കണമെന്നാണ് അസനാലിയുടെ ഉദ്ദേശം. കാര്യം എന്താടോ? എന്തുദ്ദേശത്തിലാണ് അസനാലി ഈ സ്ത്രീധന വിരോധമൊക്കെ പറഞ്ഞ് നടക്കണത്? അവനുണ്ടെങ്കിലേ നമ്മുടെ 3% ജീവൻ ഉണ്ടാവുള്ളൂ. എന്നാലേ നമ്മുടെ അടുപ്പിൽ തീ പോയൂ. എന്ത് പൊടി കിട്ടി? കാക്കാൻ പോയാലും അടുപ്പി തീ പോകുകയും ഒരു കാര്യവും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. അതിരിക്കട്ടെ, താൻ ആ മുരിങ്ങാത്തോട്ടിങ്ങനെ സെൽമാത്താത്തോട് 10 പവന്റെ സ്വർണം 5,000 രൂപയും സ്ത്രീധനം ചോദിച്ചെന്ന് കേട്ടല്ലോ. ഞാൻ ചോദിച്ചില്ല. ചോദിച്ചാ അവന്റെ ബാപ്പയാണ്. ചെറുക്കന്റെ വാപ്പ താനല്ലേ? എന്ന് ചോദിച്ചാ അത് തീർത്തും കൂട്ടി പറയണമെന്നുണ്ടെങ്കിൽ അവന്റെ ഉമ്മാക്ക് മാത്രമേ പറ്റുള്ളൂ. താനൊരു വല്ലാത്ത ഇബിലീസ് കാക്ക തന്നെ. 10-16 വയസ്സ് പ്രായമുള്ള ആ ചെറുക്കനെ കൊണ്ട് പെണ്ണ് കെട്ടിച്ച് അവനെ നശിപ്പിക്കും. അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ അസനാലിക്കാണ്. എനിക്കോ? ആ, പിന്നല്ലാണ്ട്. അസനാലിയും കൂട്ടും സ്ത്രീധന വിരോധം പ്രസംഗിച്ച് എന്റെ മോൻ കെട്ടേണ്ട കാലമാകുമ്പോഴേക്കും ആ ഹലാക്കങ്ങ് നിന്ന് പോയാലാ? പിന്നെ അവന് 10 പൈസ കിട്ടുക. അതുകൊണ്ടാണ് ഉള്ളതെങ്കിൽ നേരത്തെ പോട്ടെന്ന് വിചാരിച്ച്. എന്തുകൂടി കിട്ടി? ആ, കിട്ടും. ഒരൊറ്റ പൈസ കൊടുത്തു പോകരുത് ഞാൻ സെൽമാത്താത്തോട് പറഞ്ഞിട്ടുണ്ട്. ചതിക്കല അസനാലി. സ്ത്രീധനം മാത്രമല്ല, നമ്മുടെ 3%ന്റെ കാര്യം കൂടി വെള്ളത്തിലായി പോകും. അതാണ്. എന്തുകൂടി കിട്ടി? ഇപ്പൊ എല്ലാം പിടികിട്ടി. കമ്മീഷൻ പോ. ചതിച്ചോ തമ്പുരാനെ. ഉമ്മ, എനിക്കും കുട്ടികൾക്കും വീട്ടിൽ പോണായിരുന്നു. പോയിക്കോ. ഇവിടെ ആരെങ്കിലും കെട്ടിയിട്ടിട്ടുണ്ടോ? എന്റെ കാശോ? കാശല്ല, പവനാ നിനക്ക് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. പൊയ്ക്കോ അവിടുന്ന്. പോകാൻ തന്നെ വന്നത്. പക്ഷെ എനിക്ക് എന്റെ കാശ് കിട്ടണം. എന്നിട്ട് നീ ഇവിടുന്ന് പോക്കുണ്ടാവില്ല. ആ ഷീലയോ? എന്താ മോളെ? അമ്മായി, എനിക്ക് ഉമ്മർക്കയുടെ മകളുടെ കല്യാണത്തിന് പോകാനാ. ഇത്തയുടെ ആഭരണങ്ങൾ അമ്മായി ഒന്ന് വാങ്ങിത്തരണം. അതിനെന്താ മോളെ? നൂർജഹാനെ, എന്താ അമ്മായി? നിന്റെ കുറച്ച് ആഭരണങ്ങൾ ഷീജയ്ക്ക് കൊടുക്ക്. അത് ഞാൻ കിഴക്കത്തിലെ സരളയ്ക്ക് കൊടുക്കാമെന്ന് ഏറ്റുപോയി. എന്നോട് ചോദിക്കാതെ എന്റെ സമ്മതം വാങ്ങാതെ കണ്ടവൾക്കൊക്കെ പണ്ടങ്ങൾ കൊടുക്കാൻ നിനക്കെന്താ അവകാശം? അതെങ്ങനെയാണ് അമ്മായി? ഇത്ത വാക്ക് കൊടുത്തതല്ലേ. ഷീജയ്ക്ക് എന്റെ ആഭരണങ്ങൾ കൊടുക്കാം. വാ ഷീജ. അത് വേണ്ട. ഇവിടെ തന്നെ കൊടുക്കുമെന്ന് എനിക്കറിയണം. ഇവൾ ഇട്ടുകൊണ്ട് നടക്കുന്ന പണ്ടങ്ങളൊന്നും ഇവളുടെ വാപ്പ വാങ്ങിക്കൊടുത്തതല്ല, എന്റെ മോൻ വാങ്ങിക്കൊടുത്തതാ. അതിൽ എനിക്ക് എന്തെങ്കിലും അവകാശമുണ്ടോ എന്ന് എനിക്കറിയണം. ഏതായാലും ഞാനിപ്പോൾ പുതിയൊരു പാഠം പഠിച്ചു. ഭർത്താവിന്റെ സ്വത്തിന് ഭാര്യയേക്കാൾ അവകാശം ഭർത്താവിന്റെ ഉമ്മയ്ക്കാണ്. ഇത്തയോട് ഇത് പറഞ്ഞത് നന്നായി. മറ്റാരോടും അമ്മായി വിവരക്കേട് പറയരുത്. വിവരക്കേടോ എന്ന് വെച്ചാ ഞാൻ വിവരം കിട്ടാളാണെന്നോ? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാലെന്താ? എന്നെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ വല്ല പിത്തപ്പൂതി മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്ക്. എരവ് ബന്ധങ്ങൾക്കായി ഷീജ ഇത്തയുടെ അടുത്ത് വന്നതിലാണ് എനിക്ക് അത്ഭുതം. ഇത് ആഭരണങ്ങൾ. ഇതാ മോളെ. എനിക്കാരുടെ ആഭരണങ്ങളൊന്നും വേണ്ട. മോളെ, നീ പോലെ മോളെ. അവള് പൊയ്ക്കോട്ടെ അമ്മായി. ഇപ്പോഴേ അവള് ചുണക്കുട്ടിയായുള്ളൂ. അമ്മായി ഇനിയും അവളെ ചീത്തയാക്കണ്ട. അപ്പൊ നീ ചീത്തയാണല്ലേടി? അയൂബിന്റെ ഉമ്മയോടാണ് നീ സംസാരിക്കുന്നതെന്ന് ഓർക്കണം. ഞാൻ അയ്യൂബിന്റെ ഭാര്യയാണെന്ന് നിങ്ങൾ ഓർക്കണം. എനിക്കല്ല, നിനക്കാണത് ഓർമ്മ വേണ്ടത്. ആ ബോധം എനിക്കെല്ലാം ഇപ്പോഴും ഉണ്ട്. എന്നിട്ടാണ് എന്നെ ധിക്കരിക്കാൻ ശ്രമിക്കുന്നത്. കാര്യം പറയുന്നതൊക്കെ ധിക്കാരമാകുന്നത് എങ്ങനെ? ഇതിന് സമാധാനം ഞാൻ അയൂബിനെ കൊണ്ട് പറയിപ്പിച്ചോളാം. അയ്യൂബിന്റെ പേര് പറഞ്ഞ് എന്നെ ഭയപ്പെടുത്താതെ അമ്മായി. ഞാൻ അയ്യൂബിന്റെ അടിമയൊന്നും അല്ലല്ലോ. എന്താ സംശയം? ഭാര്യ എപ്പോഴും ഭർത്താവിന്റെ അടിമ തന്നെ. എന്താ നീ ചിരിക്കുന്നത്? സ്വന്തം ജീവിതത്തിൽ പകർത്തി കാണിക്കാൻ പറ്റാത്ത കാര്യം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള അമ്മായിയുടെ ശ്രമം കാണുമ്പോ ചിരിക്കാനല്ലാതെ കരയാൻ പറ്റുമോ? അമ്മായി പറഞ്ഞില്ലേ ഞാൻ നിങ്ങളുടെ മകന്റെ അടിമയാണെന്ന്.
1,00,000 രൂപയും 50 പൗണ്ട് സ്വർണവും കാറും വില നിശ്ചയിച്ച് എന്റെ ബാപ്പ നിങ്ങളുടെ മകനെ എനിക്ക് വാങ്ങി തന്നിരിക്കുകയാണ്. പറയാമായി ആരാരുടെ അടിമയാണെന്ന്. യാ റബ്ബിൽ ആലമീൻ, എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത്? എന്താ ഇവിടെ ഒരു ബഹളം? നിങ്ങളുടെ ഇളയ മരുമകൾ പറഞ്ഞതല്ല നിങ്ങൾ കേട്ടോ? എല്ലാം ഞാൻ കേട്ടു. നീ നിന്റെ നാവ് കൊണ്ട് ഭാര്യ ഭർത്താവിന്റെ അടിമയാണെന്ന് പറഞ്ഞു ഞാൻ കേട്ടു. എന്തിനാ നിന്റെ പുറപ്പാട്? സബ്ന അൻസാരിയുടെ മകളല്ല, ഇൻസ്പെക്ടർ അബ്ദുൾ മുത്തലീഫിന്റെ മകളാണ്. നാണവും മാനവും വേണമെങ്കിൽ മര്യാദയ്ക്കിരുന്നോണാ.